ഹായ് ഇതൊരു എമർജൻസി വീഡിയോ ആണ്. ആസ് പെർ യു എ വെതർമാൻ ഒരു ടെമ്പറേച്ചർ ഡോം നമ്മുടെ യു എയുടെ മേലെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അടുത്ത 3 ഡേയ്സിലേക്ക് ഇതിവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് സാറ്റർഡേ, സൺഡേ, മൺഡേ ഈ 3 ദിവസങ്ങളിലും ഡയറക്റ്റ് സൺലൈറ്റ് മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ ബിറ്റ്വീൻ 12 to 3 ഈ ഒരു ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടി നിൽക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അതുപോലെ തന്നെ കാറിൽ യാത്ര ചെയ്യുന്നവർ മൊബൈൽ ഹോൾഡറിലും ഒക്കെ മൊബൈൽ വെക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. അതെപ്പോഴും ഒരു ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള ഒരു ഏരിയ ആണ്. ഒരു കാരണവശാലും ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു സാധനങ്ങളും കാറിൽ വെക്കാതിരിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അംബർലയോ അതുപോലെ എന്തെങ്കിലും ഹാറ്റോ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകൾ മാക്സിമം ധരിക്കാൻ ശ്രമിക്കുക. പിന്നെ സൺസ്ക്രീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഒരിക്കലും പെറ്റ്സിനെയോ നിങ്ങളുടെ കുട്ടികളെയോ കാറിൽ ലീവ് ചെയ്തിട്ട് പോകരുത്. ഹീറ്റുമായിട്ട് ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഹീറ്റ് സ്ട്രോക്കോ ഹീറ്റ് എക്സോഷനോ എങ്ങനെ വന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരാൾക്ക് എങ്ങനെയാണ് ഹീറ്റ് സ്ട്രോക്കോ ഹീറ്റ് എക്സോഷനോ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നതിന് കുറച്ച് സിംറ്റംസ് ആണ് പറയുന്നത്. തലവേദന, തലകറക്കം, പിന്നെ മസിലിന് വേദന, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ഒരു റെഡ്നെസ് വരിക, ഡ്രൈ സ്കിൻ ഉണ്ടാവുക, ബോധക്കേട് വരിക, അതുപോലെ തന്നെ അതിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഇതിന്റെ ഒരു സിംറ്റംസ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം റിസ്കി ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ബേബേഴ്സ്, വയസ്സായ ആൾക്കാർ, ചിൽഡ്രൻസ്, ഔട്ട്ഡോർ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ മാക്സിമം എല്ലാവരും വെള്ളം കുടിക്കുക, അവരായിട്ടിരിക്കുക.